ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എൻജിൻ ഓയിൽ മുഴുവൻ തീർന്ന് പിസ്റ്റൺ പിടിച്ച വണ്ടിയുടെ എൻജിൻ റിപ്പയറിങ്ങിൻ്റെ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന്. ഓയിൽ മുഴുവൻ തീർന്നു പോയതുകൊണ്ട് റിങ്സ് എല്ലാം ജാമായി. പിസ്റ്റൺ കണക്റ്റിംഗ് റോഡിൽ നിന്നും ഒട്ടും അനങ്ങാത്ത സ്റ്റേജിലായിരുന്നു. നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ ചേസിസിൽ നിന്നും വേർപെടുത്തി മുഴുവനായി എങ്ങനെ ഡിസസംബ്ലി ചെയ്യാമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഫുൾ എൻജിൻ അസംബ്ലിങ്ങിൻ്റെ വീഡിയോ സീരീസാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ വീഡിയോ സീരീസിലെ പാർട്ട് 3 വീഡിയോയാണിന്ന്. ഈ വീഡിയോ സീരീസിലെ ഇതുവരെയുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർ വീഡിയോകളുടെ എല്ലാ ലിങ്കുകളും അത് പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫുൾ എൻജിൻ റീസെറ്റ് ചെയ്യുമ്പോൾ പുതിയ ക്രാങ്ക് വാങ്ങണമെന്നില്ല. പഴയ ക്രാങ്ക് ബെയറിങ്ങുകളും കണക്റ്റിംഗ് റോഡും എല്ലാം മാറി ക്രാങ്ക് ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ വെച്ച് റീസെറ്റ് ചെയ്താൽ നല്ല പെർഫോമൻസ് ലഭിക്കുന്നതാണ്. ഫിറ്റ് ചെയ്യുന്നതിന് മുൻപായി ക്രാങ്ക് ബെയറിങ്ങുകൾ എൻജിൻ ഓയിൽ ഉപയോഗിച്ച് നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡിൻ്റെ ജോയിൻറ്റിലും ഒരല്പം എൻജിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ഈ ബെയറിങ്ങും നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്യണം. ക്രാങ്ക് കേസിലേക്ക് ക്രാങ്ക് ഫിക്സ് ചെയ്യുന്നതിന് മുൻപായി നമുക്ക് ടൈമിംഗ് ചെയിൻ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. 220 രൂപയാണ് ഒറിജിനൽ ടൈമിംഗ് ചെയിൻ അഥവാ ക്യാം ചെയിന് വില വരുന്നത്. എപ്പോഴും OE അഥവാ ഒറിജിനൽ എക്യുപ്മെൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഭാഗത്തുകൂടെ നമുക്ക് ടൈമിംഗ് ചെയിൻ ക്രാങ്ക് കേസിലേക്ക് കടത്തി വയ്ക്കാം. ടൈമിംഗ് ചെയിൻ്റെ ക്രാങ്ക് കേസിൽ വരുന്ന ഭാഗം ക്രാങ്ക് ഷാഫ്റ്റിലെ ഈ കാണുന്ന സ്പ്രോക്കറ്റിൽ കണക്ട് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് ടൈമിംഗ് ചെയിൻ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതായത് ടൈമിംഗ് ചെയിൻ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒതുക്കി വെക്കണം എന്നർത്ഥം. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ക്രാങ്ക് ഷാഫ്റ്റിലെ ഈ സ്പ്രോക്കറ്റ് വരുന്ന ഭാഗം താഴെ വരുന്ന രീതിയിലാണ് ക്രാങ്ക് കേസിലേക്ക് ക്രാങ്ക് ഷാഫ്റ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്രാങ്ക് പ്രോപ്പറായി സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ ടൈമിംഗ് ചെയിൻ മെല്ലെ വലിച്ച് അതൊന്ന് കറക്കി നോക്കാം. ക്രാങ്ക് കറങ്ങുന്നതിനോടൊപ്പം തന്നെ ടൈമിംഗ് ചെയിനും കറങ്ങുന്നുണ്ടെങ്കിൽ ടൈമിംഗ് ചെയിനും ക്രാങ്ക് ഷാഫ്റ്റും തമ്മിലുള്ള കണക്ഷൻ പ്രോപ്പറായെന്ന് നമുക്ക് ഉറപ്പിക്കാം. മിക്കവാറും വണ്ടികളുടെ കേസിൽ ക്രാങ്ക് കേസിലെ സെൻറ്റർ പാക്കിംഗ് അഥവാ പേപ്പർ ഗ്യാസ്കറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് അനാബോണ്ട് അഥവാ ലിക്വിഡ് ഗ്യാസ്കറ്റ് മേക്കർ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിന് ചുറ്റിലുമായി നമുക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ക്രാങ്ക് കേസിൻ്റെ ബാക്കിയുള്ള പോർഷൻ നമുക്ക് ഇതുപോലെ ഉറപ്പിച്ചു കൊടുക്കണം. ക്രാങ്ക് കേസ് ഫിക്സ് ചെയ്ത് നിർത്താൻ ഉപയോഗിക്കുന്ന ബോൾട്ടുകൾ ഇടുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. 7 ബോൾട്ടുകളിൽ ഒരെണ്ണം ഏറ്റവും നീളമുള്ളതാണ്. ഇതിനേക്കാൾ നീളം ഒരല്പം കുറഞ്ഞ നീളമുള്ള 2 ബോൾട്ടുകൾ കൂടിയുണ്ട്. ബാക്കിയുള്ള 4 ബോൾട്ടുകൾ താരതമ്യേന നീളം കുറഞ്ഞവയാണ്. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും നീളമുള്ള ബോൾട്ട് ഇടാം. ഈ ഭാഗത്താണ് നീളമുള്ള ബോൾട്ട് വരേണ്ടത്. ഇനി നമുക്ക് ഇതിനേക്കാൾ നീളം ഒരല്പം കുറഞ്ഞ 2 ബോൾട്ടുകളുണ്ടല്ലോ, അതിൽ ഒരെണ്ണം ഇവിടെ, അതായത് ഡ്രെയിൻ ബോൾട്ടിൻ്റെ തൊട്ടടുത്ത്. ഇനിയുള്ള നീളമുള്ള ബോൾട്ട് ഇടേണ്ടത് ഈ ഭാഗത്തായിട്ടാണ്, അതായത് എൻജിൻ ഓയിൽ ഡിപ്സ്റ്റിക്ക് ഇടുന്ന ഭാഗത്ത് ഇവിടെ തൊട്ടടുത്തായിട്ട്. ഇനിയുള്ളത് നീളം കുറഞ്ഞ 4 ബോൾട്ടുകളാണ്. അവയെല്ലാം നമുക്ക് ഇനി കാണിക്കുന്ന സ്ഥലങ്ങളിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോഴിട്ട 7 ബോൾട്ടുകളും ഞാൻ ഒന്നും കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. $10 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഭാഗത്തുള്ള ബോൾട്ടാണ് ആദ്യം ടൈറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റായി വരുന്ന ബോൾട്ട് വേണം അടുത്തതായി ടൈറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ മുഴുവനായി ടൈറ്റ് ചെയ്യണമെന്നില്ല. ഇനി ഈ ബോൾട്ടാണ് അടുത്തതായി ടൈറ്റ് ചെയ്യുന്നതെങ്കിൽ
അത് ടൈറ്റ് ചെയ്തതിന് ശേഷം അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ബോൾട്ട്, അതായത് ഈ ബോൾട്ടാണ് ഇനി ടൈറ്റ് ചെയ്യേണ്ടത്. ഇവിടെയും മുഴുവനായി ടൈറ്റ് ചെയ്യണമെന്നില്ല. ഇതുപോലെ എല്ലാ ബോൾട്ടുകളും ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം 7 ബോൾട്ടുകളും പൂർണ്ണമായി ടൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ക്രാങ്ക് കേസിൽ നിന്നും എൻജിൻ ഓയിൽ ലീക്കിംഗ് യാതൊരു രീതിയിലും വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. ഇതാണ് എൻജിൻ ഓയിൽ പമ്പ് ചെയ്യുന്ന ഓയിൽ പമ്പ്. ഫുൾ എൻജിൻ റീസെറ്റ് ചെയ്യുമ്പോൾ ഓയിൽ പമ്പ് ചേഞ്ച് ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. ഈ വണ്ടിയുടെ ഓയിൽ പമ്പ് അടുത്ത കാലത്ത് ചേഞ്ച് ചെയ്തുകൊണ്ട് ഞാനിവിടെ പുതിയത് ഇടുന്നില്ല. ഇനി നമുക്ക് ഓയിൽ പമ്പും ക്രാങ്ക് ഷാഫ്റ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ വീല് ഇട്ട് കൊടുക്കണം. ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വീൽ ഷാഫ്റ്റ് പെർഫെക്റ്റ് സർക്കുലാർ അല്ല. അതേ ഷേപ്പ് തന്നെയാണ് ഓയിൽ പമ്പിലുമുള്ളത്. സൂം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഉൾഭാഗത്ത് ഒരു കട്ടിങ് പോലെ നിങ്ങൾക്ക് കാണാവുന്നതാണല്ലോ. വീൽ ഷാഫ്റ്റ് ഓയിൽ പമ്പിൻ്റെ ആ കട്ടിങ്ങിലേക്ക് പെർഫെക്റ്റായി മാച്ച് ആവുന്ന രീതിയിൽ വേണം ഈ വീല് ഇട്ട് കൊടുക്കേണ്ടത്. ഓയിൽ പമ്പ് വീൽ ശരിയായ രീതിയിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് കറക്കി കഴിഞ്ഞാൽ ഓയിൽ പമ്പും ഇതുപോലെ കറങ്ങുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന രീതി ശരിയായതുകൊണ്ടാണ് ഓയിൽ പമ്പ് വീലും കൂടെ കറങ്ങുന്നത്. ഇനി നമുക്ക് ഓയിൽ പമ്പ് വീലിൻ്റെ ക്യാപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ 2 ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ വരുന്ന ബോൾട്ടുകളിൽ 2 നീളം തുല്യമല്ല. ഒരു ബോൾട്ട് ചെറുതും മറ്റേത് നല്ല നീളമുള്ളതുമാണ്. ഇതിൽ നീളമുള്ള ബോൾട്ട് ഇവിടെയാണ് വരുന്നത്. നീളം കുറഞ്ഞ ബോൾട്ട് മുകളിലായും. ഒരു 10 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2 ബോൾട്ടുകളും ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇട്ട് കൊടുക്കണം. സെൻറ്റർ സ്റ്റാൻഡിൻ്റെ പിന്നിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് പിന്നിൽ ഒരല്പം എൻജിൻ ഓയിൽ ഇതുപോലെ പുരട്ടി കൊടുക്കുന്നത് നന്നായിരിക്കും. പുതിയ പിന്നും സെൻറ്റർ സ്റ്റാൻഡുമാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കയറുന്നതാണ്. ഞാനിവിടെ സെൻറ്റർ സ്റ്റാൻഡ് ചേഞ്ച് ചെയ്യുന്നില്ല. പിന്ന് ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വാഷർ ഇടാനുണ്ട്. ഈ അറേഞ്ച്മെൻറ്റ് യാതൊരു രീതിയിലും ഊരിപ്പോവാതിരിക്കാനായി ഒരു സ്പ്ലിറ്റ് പിൻ അഥവാ ക്വാർട്ടർ പിൻ ഈ ഹോളിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അഗ്രഭാഗങ്ങൾ വളച്ചു കൊടുക്കണം. അതിനുശേഷം സെൻറ്റർ സ്റ്റാൻഡ് സ്പ്രിങ് ഈ 2 ഭാഗങ്ങൾക്കിടയിലായി ഇട്ട് കൊടുക്കണം. സെൻറ്റർ സ്റ്റാൻഡോ സൈഡ് സ്റ്റാൻഡോ എന്തു തന്നെയായാലും അതിൻ്റെ സ്പ്രിങ് എങ്ങനെ എളുപ്പത്തിലിടാമെന്നുള്ള വീഡിയോ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് വീലിൽ വരുന്ന ബ്രേക്ക് ഷൂ തിരികെ ഇടണം. വണ്ടിയുടെ ബാക്ക് വീൽ തിരികെ ഇട്ട് അതിൻ്റെ വാഷറും നട്ടുമിട്ട് ഒരല്പം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ സെൻറ്റർ സ്റ്റാൻഡിൽ വയ്ക്കാവുന്നതാണ്. വണ്ടിയുടെ ക്ലച്ചും വേരിയേറ്ററും സെറ്റ് ചെയ്ത് എങ്ങനെ സിലിണ്ടർ ഫിറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്